മുത്തശ്ശി, എല്ലാവരും ഇരിക്കി ഇരിക്കി, എന്റെ കൊച്ചുമോൻ വന്നു. ഇരിക്കി 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 ഇരിക്കി. മുത്തശ്ശി എന്നോട് എന്തിനാ വരാൻ പറഞ്ഞത്? കാരണം ഇന്നത്തെ ക്ലാസ് നീയാണ് എടുക്കുന്നത്. ഞാനോ? ആ, ഇവിടെ എല്ലാവരും ചോദിക്കുന്നു മ്യൂച്വൽ ഫണ്ട്സ് സീനിയർ സിറ്റിസൺസിന് നല്ലതാണോ എന്ന്. എന്താ മുത്തശ്ശി, ഇതെന്ത് ചോദ്യമാ? മ്യൂച്വൽ ഫണ്ട്സ് എല്ലാവർക്കും നല്ലതാണ്, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിനും നല്ലതാണ്. സീനിയർ സിറ്റിസൺസ് മറ്റുള്ളവരെ പോലെ അല്ല മോനെ, വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? പറയൂ മിസ്റ്റർ വസീർ. സുബു, എനിക്ക് പെൻഷൻ വരുന്നുണ്ട്, പക്ഷെ സാലറിയേക്കാൾ വളരെ കുറവാണ്. പ്രൊവിഡന്റ് ഫണ്ടും ഉണ്ട്, പക്ഷേ ഇരുന്നുണ്ടാൽ നിധി പോലും തീർന്നു പോകില്ലേ? എനിവൺ എൽസ്? ഇത് ഞങ്ങളുടെ ശർമ്മളജിയാണ്. നമസ്കാരം. ഹസ്ബൻഡിന്റെ മരണാന്തരം ഇവരുടെ പെൻഷൻ തുക കുറവാണ്. പ്രോപ്പർട്ടി ഉണ്ട്, സേവിങ്സ് ഉണ്ട്, ഇൻഷുറൻസ് പൈസയും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവർ ഒരിക്കലും പൈസ കൈകാര്യം ചെയ്തിട്ടില്ല. മോനെ, പണത്തിന്റെ സേഫ്റ്റി ഇവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുബു, പറയൂ സർ. റിട്ടയർഡ് ബാങ്കർ. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചും കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഇക്കാലത്ത് ഫിനാൻഷ്യൽ പ്ലാനിങ് പലതരത്തിലുണ്ട്. ഒന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സീനിയർ സിറ്റിസൻസിന്റെ അടുത്ത് ഫ്രഷ് ഇൻകം സോഴ്സ് ഒന്നെങ്കിൽ വളരെ കുറവാണ്, അല്ലെങ്കിൽ തീരെ ഇല്ലെന്നാണ്. പൈസയുണ്ട്, പക്ഷെ അത് ശരിയായ രീതിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമെന്നറിയില്ല. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിൽ അതെങ്ങനെ സേവ് ചെയ്യും? റൈറ്റ്. മോനെ, ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ട്രസ്റ്റ് വർത്തി ഗൈഡൻസ് തരുന്നയാളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് വരാൻ പറഞ്ഞത്. ശരി. അപ്പോ ആദ്യമായി സീനിയർ സിറ്റിസൺസ് ഒരിക്കലും തന്റെ മുഴുവൻ പൈസയും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റിൽ മാത്രം നിക്ഷേപിക്കരുത്. പകരം അത് അക്രോസ് ഇൻവെസ്റ്റ്മെന്റ്സിൽ സ്പ്രെഡ് ചെയ്യണം. അങ്കിൾ, നിങ്ങൾ പറഞ്ഞതുപോലെ ഇരുന്നുണ്ണുകയാണെങ്കിൽ നിധി പോലും തീർന്നു പോകും. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യമാണ്, പക്ഷെ നല്ലപോലെ ചിന്തിച്ച്. മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പണം ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യാം. ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴി സമയാസമയം കുറേശ്ശെ പണം പിൻവലിക്കാൻ കഴിയും. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ റിസ്ക് എല്ലാം ഉണ്ട്. എന്നാൽ നിങ്ങൾ റിസ്ക് മനസ്സിലാക്കി നല്ലപോലെ അന്വേഷിച്ചറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റിസ്ക് മാനേജ് ചെയ്യാം. അതായത് മ്യൂച്വൽ ഫണ്ട്സ് സീനിയർ സിറ്റിസൺസിന് നല്ലതാണ്, പക്ഷേ നല്ലപോലെ അന്വേഷിച്ചറിയണം. മുത്തശ്ശി, നിങ്ങളെ പോലുള്ള സീനിയർ സിറ്റിസൺസ് നാട്ടിലെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിയുന്നവരല്ലേ? പിന്നെയാണോ മ്യൂച്വൽ ഫണ്ട്സ്? ശരിയാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക.